അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ എമ്പുരാൻ്റെ ട്രെയിലർ ഈ പാതിരാത്രിക്ക് റിലീസായിട്ടുണ്ട്. അപ്പം നാളെ ഉച്ചയ്ക്ക് എമ്പുരാൻ്റെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഉറക്കം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് കാര്യങ്ങളായിട്ട് കുറേ നോട്ടിഫിക്കേഷൻ തോന്നുന്നുണ്ടായിരുന്നേ. വേറെ ഒന്നുമല്ല, എമ്പുരാൻ്റെ ട്രെയിലർ ലീക്കായി. ഹിന്ദി ട്രെയിലറും തമിഴൊക്കെയാണ് ആദ്യം വന്നു തുടങ്ങിയത്. പിന്നെ എന്തോ പറയണ കേട്ടു, ഗൂഗിളും ഗവൺമെൻറ് ഓഫീസിൽ സ്റ്റാഫ് അപ്ലോഡ് ചെയ്തിപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാണ്ട് അങ്ങനെ എന്തോ ആയതാന്ന് പറയണു. എന്തായാലും സ്റ്റാഫിൻ്റെ കാര്യം തീരുമാനമായി. പക്ഷേ അത് അവർ നാളെ ഒരു ഇവൻ്റൊക്കെ പ്ലാൻ ചെയ്ത് ആ കറക്റ്റ് ടൈമിലൊക്കെ ഇറക്കാനൊക്കെ ഉദ്ദേശിച്ച് വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ കുറച്ച് പേർക്ക് ഇങ്ങനെ സന്തോഷം ഉണ്ടാവും പെട്ടെന്ന് കാണാൻ പറ്റിയെന്ന്. പക്ഷെ അവരങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്ത് ഇറക്കണം വെച്ച ഒരു സംഭവമായിരുന്നു ട്രെയിലർ. എന്തായാലും ശരി, നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടോക്കാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള, അത് പ്രത്യേകിച്ച് നമ്മൾ ആ ടീസർ കണ്ടപ്പോഴും അതിൻ്റെ പോസ്റ്റർ ആണെങ്കിലും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയിലായിരുന്നു. അതിൽ ഓരോ ഫ്രെയിം ആണെങ്കിലും അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മറ്റേ സ്റ്റീഫൻ്റെ കുറച്ച് സീൻസൊക്കെ വരുന്ന സമയത്ത്, നാട്ടിലെത്തിരി സ്റ്റീഫൻ രണ്ടാമത് തിരിച്ചു വരുന്ന സമയമൊക്കെ ആണെങ്കിൽ കുറച്ച് സംഭവങ്ങളുണ്ടാവും സ്റ്റീഫൻ്റെ നൈസായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ടോവിനോ ഓട്ടോമാറ്റിക്കായിട്ട് മോഹൻലാലിനെതിരെ വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം ഇതിൽ വരികയെന്ന് തോന്നുന്നു. പല ഡയലോഗ്സൊന്നും അത് മനസ്സിലാവുന്നുണ്ട്. കാരണം ടീച്ചർ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, പഴയ ലൂസിഫറിൻ്റെ ഡയലോഗ്സ് മാത്രമായിരുന്നു. പക്ഷേ ഇതിൽ ഇഷ്ടം പോലെ ഡയലോഗ്സൊക്കെ അത്യാവശ്യം ഡയലോഗ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ലാലേട്ടന് സൈഡിലേക്ക് രാജുവേട്ടൻ വരുമ്പോൾ രാജുവേട്ടൻ എടുത്ത് കാണിക്കണമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഇറങ്ങിയ IMAX-ന്റെ ആ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ലാലേട്ടനേക്കാൾ ഒരു പൊടിക്ക് ഫുള്ള് പോസ്റ്റർ കൊണ്ടുപോയത് രാജുവേട്ടനായിരുന്നു. ആളുടെ ഫിറ്റ്നസ്സും ആ ലുക്കും ഭയങ്കര സൈൻഡായിരുന്നു. ഇതിൽ എമ്പുരാനേന്ന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട് ട്രെയിലറിൽ. അതൊക്കെ തിയേറ്ററിൽ ഭയങ്കര നൈസായിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ ലാലേട്ടൻ്റെ വരവ് ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ പറയുന്നുണ്ടായിരുന്നു ഒരു 30-35 മിനിറ്റോളം ഹിന്ദി ഡയലോഗ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അത് മിക്കവാറും സ്റ്റാർട്ടിങ്ങിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ബിൽഡ് ചെയ്ത് ബാക്കി എല്ലാവരുടെയും സംഭവം കഴിഞ്ഞിട്ടായിരിക്കും. ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കണം ലാലേട്ടൻ്റെ ഇൻട്രോ എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. ഇത് കണ്ടുകൊണ്ട് ഇൻട്രോ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്തോ അത് മുമ്പോട്ടേ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ 1-2 ഇതിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടനേക്കാൾ കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ്, അത് 2-3-5 മിനിറ്റ് ഒക്കെ കൂടുതൽ രാജേട്ടനാണ്. കാരണം ലൂസിഫറിൽ ലാലേട്ടനാകെ 40 മിനിറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇതിന് ഏകദേശം ഒരു 45-50 മിനിറ്റോളം ലാലേട്ടനുള്ളൂ. അപ്പോൾ കോയിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സയ്യിദ് മസൂദിനാണ്. ആളുടെ സ്റ്റോറിയും കുറച്ചും കൂടി നന്നായിട്ട് കാണിക്കായിരിക്കും ഇതിൽ. എനിക്ക് എന്തായാലും വിഷ്വൽസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രെയിലർ നന്നായി ഉണ്ടായിരുന്നു. പടം എന്തായാലും അടിപൊളിയാവട്ടെ. അതുപോലെ തന്നെ ക്യാരക്ടർ പോസ്റ്റർ കാണിച്ചിരുന്ന ഒരു ഇതെല്ലാവരും ഇതിൽ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ശിവദേനെ മാത്രമേ കാണിക്കാത്തുള്ളൂ തോന്നുന്നുണ്ട്. ബാക്കി ചെറുതായിട്ട് കാണിച്ച ആൾക്കാരെ പോലും മണിക്കുട്ടനായാലും സുരാജിൻ്റെ ആയാലും ബാക്കി എല്ലാ ഒരുവിധം ക്യാരക്ടേഴ്സിനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോയ പോലെങ്കിലും തോന്നുന്നുണ്ട്. ശിവദേനെ മാത്രം ജസ്റ്റ് ഞാൻ കണ്ടതിൽ എനിക്ക് ഓർമ്മയില്ല. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും വളരെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 4 മിനിറ്റ് താഴെ ഇടുന്നുണ്ട്. അത്രയും ലെങ്ത്തുള്ള ഒരു ട്രെയിലറാണ്. അത്യാവശ്യം കുറേ സംഭവമുണ്ട്. ഇനി ചിലവർക്ക് ലാഗ് ഉണ്ടാവുമോ, ട്രെയിലർ ലാഗായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രെയിലർ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും പാതിരാത്രിക്കാണ് വന്നത്, കറക്റ്റ് ഒരു 12 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.